ടോമിന്റെ തോട്ടത്തെ എല്ലാം വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഇത് ഈ പട്ടക്കനം കുറവാണല്ലോ. ഇത് ഏത് ഐറ്റം ആയത് ഈ മരം? ഇത് പഴയകാലത്തെ മലയൻ ക്ലോണൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മരമുണ്ട്, മലയൻ ക്ലോണൽ. അപ്പൊ ഇത് 105 വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന മരങ്ങൾ ആ ഒരു സമകാലീന ഇത് ഇറങ്ങിയതാണ്. ഇതിന്റെ വിത്ത് എന്ന് പറയാൻ ഇതിന് മുൻപ് നിന്നിരുന്ന ഈ തോട്ടത്തിൽ നിന്നിരുന്ന ഈ മരങ്ങളായിരുന്നു, മൊത്തം മലയായിരുന്നു. അപ്പൊ അത് കട്ട് ചെയ്ത് കളഞ്ഞ് സ്ലോട്ടർ അടിച്ച് കട്ട് ചെയ്ത് കളഞ്ഞപ്പോ അതിൽ നിന്ന് ഒരു കുറ്റിയെന്ന് കിളുത്തു വന്നതാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ഈ കപ്ലിങ് പോലെ ഇതിന്റെ അടി കുറ്റി ചെയ്ത് ഇവിടെ ഒരു ചെറിയ വില്ല് വന്നിരിക്കുന്നത്. ഇതിന്റെ അടിയിൽ പഴയകാലത്തെ കുറ്റി കിടപ്പുണ്ട്, കുറ്റിയെ കളിത്തിരിക്കുന്നതാണ്. കുറ്റിയെ തളർത്തുകൊണ്ട് എന്നിട്ട് ഇത്രയും വലുതായി. മരങ്ങളിൽ വലുതാകുന്ന വലിയ മരം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്നാ? പ്രത്യേകത എന്ന് പറയാൻ കേട് കുറവാണ്, നിശ്ചിത വരുമാനം പാല് ഏത് സമയത്തും ഉണ്ടായിരിക്കും. പാല് കൂടുതലും ഇല്ല കുറവും ഇല്ല. അപ്പോൾ കോൺസ്റ്റന്റ് നമുക്ക് കിട്ടും. കിട്ടും. അതായത് അതിന് കിട്ടിയിരിക്കുന്ന പാലളവ് ഇതാണ്. അപ്പൊ ഇത് ഇത്രയും പാലളവ് ഭൂരിഭാഗം സമയത്തും ഉണ്ടായിരിക്കും. അപ്പൊ ഒരു 500 ഗ്രാം പിണ്ടി എല്ലാ ദിവസവും കിട്ടും. ടാപ്പിംഗ് സമയത്ത് കിട്ടിയിരിക്കും. അപ്പൊ ഇത് 1-2 ദിവസങ്ങളിലാണോ 3-ാം ദിവസമാണോ കിട്ടുന്നത്? അത് 3-ാം ദിവസം കിട്ടും. അപ്പൊ ഇത് പട്ടവരപ്പും കുറവുണ്ടല്ലോ? പട്ടവരപ്പ് കുറവുണ്ട്, പട്ടവരപ്പില്ല. അപ്പൊ ഈ ഒട്ടുപള്ളി പൊളിഞ്ഞു പോരാൻ എളുപ്പമുണ്ടോ? ഞാൻ ഇതിപ്പം വെട്ടിപ്പോയതാണ്. ഞാൻ ടാപ്പ് ചെയ്ത് കാണിക്കാം. ഇത് മുൻ ടാപ്പിങ് ചെയ്ത് മുന്നോട്ട് ടാപ്പിങ് വരികയാണ്. ഇത് കണ്ടോ, ഇത് പോകുന്ന കണ്ടോ? അപ്പോൾ ടോമ നല്ല വിദഗ്ധനായ ടാപ്പിങ് ചെയ്യുന്നുണ്ടല്ലോ, നല്ല ഓരോ കനത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഇത് ഇനിയിപ്പോൾ ബാക്കിലേക്ക് വിട്ടാണ്. ഇത് എ സൈഡ് തീർന്ന് ബി സൈഡിലുള്ള പട്ടയാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിന് ഈ മരത്തിന്റെ ഈ മറ്റുള്ള മരങ്ങൾ 105 പോലെയല്ല, മറ്റുള്ള മരങ്ങൾ ഇവിടെ ഒരു ചോമ്പ് കൂടുതലുണ്ട്. ഇതാണ് ഓരോ മരത്തിന്റെ വ്യത്യാസം. ഇത് ഇനത്തിന്റെ ഇത്രയും കട്ടിയേ ഉള്ളൂ വരുന്നുള്ളൂ. മറ്റുള്ള ഇത് ഇവിടെ വന്നു കഴിയുമ്പോൾ കുത്തിവിടും. ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, ഇതിന്റെ ഈ തൊലിക്കുള്ളിൽ പാല് കമ്മിയാണ്. അപ്പൊ പൊടിക്കുന്നില്ല, പുറംതൊലിയല്ല. അപ്പൊ ഈ ഇതിന്റെ തടിയോട് ചേർന്ന പാല് കാണുന്നുള്ളൂ. അതായതിന്റെ പ്രത്യേകത. അപ്പൊ 105 നമ്മൾ ഒട്ടുപള്ളി പൊളിക്കുമ്പോ ചിരട്ട പാല് ചാടുന്ന നല്ല മരമാണെങ്കിൽ ഓരോ മരത്തിനും ഓരോന്ന്. അപ്പൊ ഇതിനങ്ങനെയില്ല, തടിയോട് ചേർന്ന പാൽപ്പട്ട മുറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിന് പാല് വരൂ. അത് അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ സ്വഭാവം വേറെയാണ്. മറ്റുള്ള മരങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഈ പൊടിക്കായം വീണാലും അത് നികന്നു വരാനുള്ള പ്രത്യേക കഴിവുണ്ട്. കാരണം ഈ മരത്തിന് മാത്രമാണ്, ബാക്കിയുള്ള എല്ലാ മരങ്ങളെ വെച്ച് നോക്കിയാലും മലയൻ ക്ലോണൽ എന്ന് പറഞ്ഞാൽ ഈ മരത്തിന് മാത്രമാണ് എത്ര പൊടിക്കായം വേണമെന്ന് പറഞ്ഞാലും അത് ഇത് കണ്ടോ ഇതെല്ലാം പൊടിക്കായ ഇട്ട് പറ്റിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം വീണ്ടും അടുത്ത സൈഡിൽ ടാപ്പിങ്ങിന്. അപ്പൊ ഇത് പുറത്തേക്ക് കായം തള്ളി വരുന്നില്ല. അപ്പൊ ആ പുറത്ത് ഈ കായം കൂട്ടി യോജിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വീണ്ടും ടാപ്പ് ചെയ്യാം, വീണ്ടും ടാപ്പ് ചെയ്യാം. അതായത് ഇത് ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഈ സൈഡ് വീണ്ടും ഈ ടാപ്പിങ്ങിൽ വീണ്ടും, അതായത് ഇത് ടാപ്പിംഗ് കഴിഞ്ഞ് കിടക്കുന്നതാണ്. അപ്പൊ എല്ലാം മിനുസായി വന്നോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇവിടെ എവിടെയെങ്കിലും ഇതുണ്ടോ, ടാപ്പിങ്ങിലേക്ക് വരും. അപ്പൊ മലയാ ക്ലോണലിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ പൊടിക്കായം തള്ളി മരം ഉപയോഗശൂന്യമായി പോകുന്നു. അതിന്റെ പാല് ഒഴുക്കിന്റെ ശക്തി അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഈ കരട് പോരുന്ന നോക്കിയോ. ഇത് കണ്ടോ, കരട് പോരുന്ന കണ്ടോ? ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ പാലിന്റെ ശക്തി അറിയുന്നത്. ഇവിടെ വരുമ്പോൾ ഇതിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ട് പാല് കിട്ടും. അതാണ് പറഞ്ഞത്, മറ്റുള്ള പോലെ എടുത്ത് ചാടിയുള്ള പോരിച്ചില്ല. പിന്നെ ഇതിന്റെ പാലിന് നല്ല DRC ഉണ്ടല്ലേ? DRC ഉണ്ട്. 105ന്റെ അത്രയും വരികയില്ല. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അതായത് ഏത് കാലാവസ്ഥയിൽ ക്ലൈമറ്റ് വെട്ടിന്ന് ടാപ്പിംഗ് നടത്തിയാലും ഇതിന് ഒരു നിശ്ചിത അളവ് പാലുണ്ട്. ബാക്കി 105ന് പോലും സ്വാഭാവികമായിട്ടും പാല് കുറേയും കൂടുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ ഇതിന് ഇല പൊഴിക്കുന്ന സമയത്തും ഒരേ അളവായിരിക്കും, ഇല പൊഴിക്കാത്ത സമയത്തും ഒരേ അളവ് തന്നെയായിരിക്കും. പട്ടമരപ്പ് കുറവും നിശ്ചിത അളവുള്ളത് കാരണം പട്ടമരപ്പ് ഇല്ല. അപ്പൊ ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഒരു മരമാണ്. യഥാർത്ഥത്തിൽ ഇത് യോജിച്ച മരമാണ്. ഞാൻ കണ്ടെത്തിയതിൽ 105 കഴിഞ്ഞാൽ അടുത്ത ഒരു യോജിച്ച മരങ്ങളിൽ ഒന്നാണ് മലയൻ ക്ലോണൽ. 105 കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഈ മലയാ ക്ലോണലിന് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.